കുറച്ച് അരി എടുത്തെന്നും എടുത്തില്ല എന്നും. എടുത്തെങ്കിൽ തന്നെ അദ്ദേഹത്തെ എൻ്റെ അത് മേടിക്കാം, പോലീസിൽ ഏൽപ്പിക്കാം, കേസെടുപ്പിക്കാം, മോഷണക്കുറ്റം ഏൽപ്പിക്കാം, പോലീസിന് ശിക്ഷിക്കാം, കോടതിയിൽ കൊണ്ടുപോയി. പരസ്യമായി പച്ചയ്ക്ക് അയാളെ കെട്ടിയിട്ട് പരസ്യമായി തല്ലിക്കൊന്നു. ആ ചെറുപ്പക്കാരനെ കണ്ടാൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടാൽ തന്നെ എങ്ങനെയാണ് തല്ലാൻ തോന്നുക? എല്ലാം തോലുമായിരിക്കുന്ന ഒരു മനുഷ്യൻ, അട്ടപ്പാടി മധു. കേരളീയരുടെ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല, ലോക മലയാളികളുടെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ സംഭവമാണ്. ഒരുപക്ഷെ യു പിയിലോ ബീഹാറിലോ മധ്യപ്രദേശിലോ ജാർഖണ്ഡിലോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നടന്നെങ്കിൽ നമ്മളിവിടെ കരഞ്ഞ് പെടുത്ത് ഇവിടെ കണ്ണീരൊഴുക്കി ഇവിടെ വേണ്ട കുഴപ്പമുണ്ടാക്കുമായിരുന്നു. കേരളത്തിലായതുകൊണ്ട് അതിന് മാത്രമല്ല, മധു അധസ്ഥിതനല്ലേ, അധകൃതനല്ലേ, പട്ടികജാതി പട്ടികവർഗമല്ലേ, ആദിവാസിയല്ലേ, ദളിതനല്ലേ, ദളിതൻ അടി കിട്ടിയാൽ നമുക്കെന്താ? ഈ ചിന്താഗതിയിൽ മലയാളി അത് മറന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആദിവാസികൾ എവിടെയെങ്കിലും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളും സാംസ്കാരിക നായകരും കുറച്ചുപേരും, എല്ലാവരും ഇല്ല കേട്ടോ, കുറച്ചുപേരുമൊക്കെ ഇങ്ങനെ മാറി മാറി ഈ മധുവിൻ്റെ കാര്യം പറയുകയും റീൽസ് ഇടുകയും പടമിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. എന്തായാലും മധുവിൻ്റെ കൊലപാതകം, മധുവിൻ്റെ വധം, ആസൂത്രിതമായ കൊലപാതകത്തിലെ 1-ാം പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുക. എന്തുമാത്രം സാക്ഷികളാണ് കൂറുമാറിയത്, എന്തുമാത്രം സാഹചര്യ തെളിവുകളാണ് ഇല്ലാതാക്കിയത്. എന്താണ് നീതിപീഠത്തിന് സംഭവിക്കുന്നത്? ഞാൻ നിയമം കൂടി പഠിച്ചിട്ടുള്ള ആളാണ്. നിയമത്തിൻ്റെ നീതിദേവതയുടെ ഒരു ചിത്രം വച്ചിട്ടുണ്ട്, പിന്നെ കോടതിയിൽ, എല്ലാ കോടതിയിലും വെച്ചിട്ടുണ്ട്. സത്യമേവ ജയതേ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. സത്യമേ ജയിക്കാവൂ എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ മകളും കൂടി വാദിച്ചൊരു കേസുള്ളൊരു സിനിമ വന്നിരുന്നു. അതിൽ സുരേഷ് ഗോപി പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, വളരെ കറക്റ്റാണ്. കോടതിയിൽ സത്യമല്ല ജയിക്കുന്നത്, തെളിവുകളാണ് ജയിക്കുന്നത്, വാദമാണ് ജയിക്കുന്നത്. തെളിവുകളെ മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് ഏത് കോടതിയിൽ നിന്നും ആർക്കിറങ്ങി വരാൻ പറ്റും? കുറ്റവാളിക്ക് കൃത്യം ഇറങ്ങി വരാൻ പറ്റും. നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന ഒരു മലയോര നഗരസഭയാണ്, പക്ഷേ എങ്കിലും ഒരു മലയോര പ്രദേശമാണ്. അവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് രാവിലെ എവിടേക്ക് പോകുന്നു? കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വഴി പോകുമ്പോൾ ഒരാൾ മറ്റൊരാളിനെ കുത്തുകൊണ്ട് അയാൾ മരിച്ചുപോയി. ഈ പ്രതിയെ കോടതിയിൽ കൊണ്ടുവന്നു. ജഡ്ജി കണ്ട സംഭവമാണല്ലോ. പക്ഷേ ആ ജഡ്ജിക്ക് തന്നെ, കുത്തുന്നത് കണ്ട ജഡ്ജിക്ക് തന്നെ ആ കേസ് വെറുതെ വിടേണ്ടി വന്നു. പക്ഷേ കാരണം മറ്റൊരാൾ കണ്ടതായി കോടതിയിൽ തെളിവ് വന്നില്ല. വന്നത് ഒരു തർക്കം നടന്നു, അടി നടന്നു, ഒന്ന് കുത്തി. പക്ഷെ ആ കുത്തിലാണ് മരിച്ചത് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല, വാദിഭാഗക്കാർക്കും കഴിഞ്ഞില്ല. അങ്ങനെ കൃത്യമായിട്ട് ആ പ്രതി രക്ഷപ്പെട്ടു. ഒപ്പിട്ടതാരാണ് ആ വിധിയിൽ? ഈ കേസ് കണ്ട ജഡ്ജിയാണ്. ഇത് പഴയ കഥയാണ്, വളരെ പഴയ കഥയാണ്. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ളൊരു കഥയാണ്. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ, നീതിദേവത കണ്ടുകെട്ടിയാണ് ഇരിക്കുന്നതെങ്കിലും അവിടെ സത്യമല്ല പലപ്പോഴും ജയിക്കുന്നത്. മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട, തെറ്റിദ്ധരിക്കപ്പെടുന്ന, മറ്റുള്ള കാശുണ്ട്, പണവും അധികാരവും ഉണ്ടെങ്കിൽ കൃത്യമായി FIR മുതൽ തിരുത്തപ്പെട്ടു പോകുന്ന, FIR മുതലേ തിരുത്തപ്പെട്ടു പോകും. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഈസ് വെരി ക്രൂഷ്യൽ ഇൻ ആൾ കേസസ് എന്നുള്ളതാണ്. എല്ലാ കേസുകളിലും, ഓരോ കേസുകളിലും വളരെ ക്രൂഷ്യലാണ് FIR. ആദ്യത്തെ FIR കടുപ്പിച്ച് എഴുതിയാൽ പിന്നെ വലിയ പാടാണ് ഊരി വരാൻ. ആ FIR മുതൽ സ്വാധീനം വന്ന് അവസാനം സാക്ഷിമൊഴികൾ മാറിപ്പറഞ്ഞ് സാഹചര്യ തെളിവുകളില്ലാതാക്കി വളരെ കൃത്യമായി പ്രതികൾ രക്ഷപ്പെട്ട് പുറത്തിറങ്ങുമ്പോൾ നീതിദേവത ആ കെട്ടിവച്ചിരിക്കുന്ന, റിബൺ കൊണ്ട് കെട്ടിവച്ചിരിക്കുന്ന, അതിനകത്തിരിക്കുന്ന നീതിദേവതയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല പുറത്തു വരുന്നത്, രക്തമാണ് പുറത്തു വരുന്നത്.
മധു എന്ന ചെറുപ്പക്കാരനെ പട്ടിണിയുടെ പേരിൽ, അദ്ദേഹം മോഷ്ടിച്ചു എന്ന പേരിൽ പരസ്യമായി തല്ലിക്കൊന്ന ഒരു സമൂഹത്തിന് ഒരു കാരണവശാലും സാംസ്കാരികമായോ സാമൂഹ്യമായോ രാഷ്ട്രീയമായോ നവോത്ഥാനപരമായോ ഞങ്ങൾ മുന്നിലാണ് എന്ന് പറയാൻ ഒരു അർഹതയുമില്ല. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നിശബ്ദമാണ് കേരളം. അത് ഞാൻ പറഞ്ഞ പോലെ അധകൃതനായതുകൊണ്ടോ ദളിതനായതുകൊണ്ടോ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആദിവാസി ആയതുകൊണ്ടോ ആയിരിക്കാം അവൻ ആ ഒരു മധുവിന് വേണ്ടി ആരും കരയാനും ഉണ്ടായില്ല, ഇവിടെ ആരും സങ്കടപ്പെട്ടുമില്ല. മധുവിൻ്റെ കുടുംബം വളരെ ദരിദ്രമായ കുടുംബമാണ്. അത്താഴ പട്ടിണിക്കാരായ, അന്നന്നത്തെ അന്നം പോലും ഉണ്ടാക്കാൻ നിവർത്തിയില്ലാത്തവർ എന്ത് കേസ് പറയാൻ, ഏത് കോടതിയിൽ പോയി പറയാൻ? പിന്നെ കേസ് പറയേണ്ടത് സർക്കാരാണ്. സർക്കാർ വക്കീലുകളൊക്കെ, പ്രോസിക്യൂഷൻ്റെ വക്കീലുകളൊക്കെ എങ്ങനെയാണ് അഡ്വക്കേറ്റ്മാരൊക്കെ നമ്മൾ കാണുകയാണ്. ഇന്നലെ തന്നെ ബാർ കൗൺസിലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ശരിയാണോ തെറ്റോ എന്നറിയില്ല. മഹാഭൂരിപക്ഷം പേര് 3-2 വക്കീലന്മാർക്കും പരീക്ഷയ്ക്ക് ജയിച്ചിട്ടില്ല എന്നുള്ള വളരെ കൃത്യമായ തെളിവുകളടക്കെ പുറത്തു വരുന്ന പുതിയ കാലമാണ്. വക്കീലന്മാർ എന്നോട് പൊറുക്കുക, ഇത് ബാർ കൗൺസിലിൻ്റേതായിട്ട് വന്നൊരു വാർത്ത ഞാൻ കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ജയിക്കാതെ എങ്ങനെയാണ് സന്നദ്ധ എടുക്കുക എന്ന് എനിക്കറിയത്തില്ല, ജയിക്കാതെ എങ്ങനെയാണ് കോടതിയിൽ വാദിക്കുക എന്നും അറിയത്തില്ല. പക്ഷെ അതൊക്കെ കേൾക്കുന്നു. എന്തായാലും കോടതിയിൽ പണം ആണ് ജയിക്കുന്നത്, അധികാരമാണ് ജയിക്കുന്നത്, സമ്പത്താണ് ജയിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി മധുവിൻ്റെ കേസ് തെളിയിക്കുന്നു. പകൽ പോലെ, വളരെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പകൽ പോലെ ഒരാളെ പട്ടാപ്പകൽ അടിച്ചു കൊന്നിട്ട് അത് കൊന്നവർക്ക് ശിക്ഷ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് കോടതി, എന്ത് നീതിന്യായ വ്യവസ്ഥ, എന്ത് ഭരണഘടന, എന്ത് ജനാധിപത്യമെന്ന് നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിൽ ചോദിച്ചു പോകും. ഇത് ഉച്ചത്തിൽ ചോദിച്ചാൽ, അത് ഉച്ചത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ കുറ്റമാകുമോ എന്ന് കരുതി ആരും പറയാതിരിക്കുന്നു. എങ്കിലും മലയാളിയുടെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ലോക മനുഷ്യരുടെ, ലോക മലയാളികളുടെ ഉള്ളിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരിക്കും: മധുവിനെ കൊന്നതാര്? കൊന്നവർക്ക് ശിക്ഷ വേണ്ടേ?